KSRTC പുതിയതായി നിരത്തിലിറക്കാൻ പോകുന്ന AC സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസിന്റെ പരീക്ഷണയോട്ടം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടത്തി. ആദ്യഘട്ടത്തിൽ 48 എണ്ണം ഉൾപ്പെടെ മൊത്തം 220 ബസ്സുകളാണ് വാങ്ങുന്നത്. മലയാളികൾക്കുള്ള ഓണസമ്മാനമായി പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. പഴയ സൂപ്പർഫാസ്റ്റ് ബസ്സിൽ AC ഇല്ലെന്ന യാത്രക്കാരുടെ പരിഭവം KSRTC മാറ്റുകയാണ്. ഇതിനായി ടാറ്റ, അശോക് ലൈലൻഡ് കമ്പനികളിൽ നിന്നും പുത്തൻ AC ബസ്സുകൾ വാങ്ങുകയാണ്. 40 സീറ്റുള്ള ബസ്സിൽ പുറകുവശത്തെ സീറ്റ് ഒഴികെയെല്ലാം പുഷ് ബാക്കാണ്. 36 ലക്ഷം രൂപയാണ് ബസ്സിന്റെ വില. AC പ്രവർത്തിച്ചില്ലെങ്കിൽ ബസ്സിന്റെ വശങ്ങളിലെ ഗ്ലാസ് നീക്കാവുന്ന തരത്തിലാണ് ബസ്സിന്റെ രൂപകൽപ്പന. തിരുവനന്തപുരത്ത് എത്തിച്ച ഒരു ബസ് പരീക്ഷണ ഓട്ടം തുടങ്ങി. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. മലയാളിക്കുള്ള ഓണസമ്മാനമായി ബസ്സെല്ലാം നിരത്തിലിറങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കുക. ട്രെയിനിൽ പോയാൽ നമുക്ക് 3 മണിക്കൂറുകൊണ്ട് കോട്ടയത്തെത്താം, ബസ്സിൽ പോയാൽ 6 മണിക്കൂർ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഫുള്ളാണെങ്കിൽ എവിടെയും നിർത്തില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ ഫുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ലാതെ ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും. സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം. പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് ഈ ട്രയൽ കഴിഞ്ഞ് വരുന്ന വണ്ടി. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യും. ഓണത്തോടു കൂടി ഈ സർവീസ് അല്ലേ, ഓണത്തോടെ ഞങ്ങളിത് ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും. വണ്ടിയുടെ നിറം ഇതല്ല, കുറച്ച് മാറ്റം വരുത്തും. ഇപ്പോൾ അവർ ട്രയലിന് തന്ന വണ്ടിയാണ്, ടാറ്റയുടെ വണ്ടി ട്രയലിന് തന്നിരിക്കുകയാണ്. ബസ് ഓടിക്കുന്നതിലേക്കായി തിരഞ്ഞെടുത്ത ജീവനക്കാർക്ക് ക്ലാസും കൊടുത്തിട്ടുണ്ട്. പരീക്ഷണ ഓട്ടം കഴിഞ്ഞ് പ്രകടനം വിലയിരുത്തി ആവശ്യമായ മാറ്റം വരുത്തിയാകും സർവീസിന് ഇറക്കുക. പുത്തൻ ബസ്സെല്ലാം സ്വിഫ്റ്റിനെന്ന KSRTC ജീവനക്കാരുടെ പരാതിയും ഇതോടെ മാറ്റാൻ കഴിയും. സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് KSRTCക്ക് വേണ്ടി ഒരു ബസ് കിട്ടുക എന്നുള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ ഒരു ബസ് കിട്ടിയപ്പോൾ ഈ ഒരു 2.5 വർഷം കഴിഞ്ഞ ശേഷം KSRTCക്ക് വേണ്ടി വാങ്ങിച്ച ആദ്യത്തെ ബസ് അതിൻ്റെ ഡ്രൈവറായി കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രധാന ടിപ്പുകളിൽ മാത്രം കയറ്റുന്ന ബസ് നിലവിലെ സൂപ്പർഫാസ്റ്റ് ബസ്സുകളേക്കാൾ നിരക്കിൽ വ്യത്യാസമുണ്ടാകും. KSRTC പുതിയതായി വാങ്ങിയ AC പ്രീമിയം ബസ് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് KSRTC മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.